തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ആർഎസ്എസ് ആക്രമണം. കാലടിയിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ പരിക്കേറ്റ അഫ്സൽ അടക്കമുള്ള നേതാക്കളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് കാലടിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ആർഎസ്എസ് ആക്രമണം ഉണ്ടായത്. കാലടി മഹാദേവ ക്ഷേത്രം ഉത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികളെ ആർഎസ്എസുകാർ മർദ്ദിച്ചു. ഇത് ചോദ്യം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെയാണ് ആർഎസ്എസ് ഗുണ്ടകളുടെ ആക്രമണം. ഡിവൈഎഫ്ഐ കാലടി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഗോകുലിന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ഗുരുതര പരിക്കേറ്റു. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി നിതീഷിനും വിദ്യാർത്ഥിയായ ഗോകുലിനും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്ത് മനഃപൂർവ്വം ആർഎസ്എസ് സംഘർഷം സൃഷ്ടിച്ചതാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ പരിക്കേറ്റ അഫ്സൽ അടക്കമുള്ള നേതാക്കളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റ അഫ്സലിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അഫ്സലിനെ ICUവിൽ നിന്ന് ഉടൻ മാറ്റും. യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ, KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സഹിൽ, നസീബ് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കു നേരെ ആക്രമണം ഉണ്ടായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.